ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ജില്ലകളുടെ പ്രത്യേകതകൾ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ വീഡിയോയിൽ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്നതിൽ ഒരു സംശയവുമില്ല. വീഡിയോ കണ്ടതിനു ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേരുകേട്ട സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ ഫാറൂഖ്. ചാലിയാർ പുഴയിലെ വെള്ളം മലിനമാകുന്നതിന് കാരണമായ ഫാക്ടറിയായിരുന്നു ഗ്വാളിയാർ റയോൺസ് ഫാക്ടറി. പോർച്ചുഗീസുകാർ ആദ്യമായി കപ്പലിറങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന സ്ഥലത്തായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കടത്തനാട് വടക്കൻ പാട്ടുകൾക്ക് പ്രശസ്തമായ സ്ഥലമാണ്. വയനാട് ജില്ല കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട് ജില്ല. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയും വയനാടാണ്. കർണാടകം, തമിഴ്നാട് എന്നിവയാണ് വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ.
വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ആദിവാസി വിഭാഗക്കാരാണ് പണിയർ. വയനാട് ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വനം. ആനയാണ് ഈ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം. അപൂർവ ഇനം പക്ഷികളെ കാണാൻ സാധിക്കുന്ന സ്ഥലമാണ് പക്ഷിപ്പാതാളം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ്. മണ്ണുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ് വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ. കേരളത്തിലെ പ്രകൃതിദത്ത അണക്കെട്ട്. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ്. പഴശ്ശിരാജാവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമായ പൂക്കോട് തടാകം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കണ്ണൂർ ജില്ല. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ജില്ല. കണ്ടൽക്കാടുകൾ കൊണ്ട് സമൃദ്ധമാണ് കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയും കണ്ണൂരാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്ന പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിലെ പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ബേക്കറി ആരംഭിച്ചത് തലശ്ശേരിയിലാണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത്. കണ്ണൂർ ജില്ലയിലുള്ള വന്യജീവി സങ്കേതമാണ് ആറളം. കേരള സർക്കസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. ഇദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി ഒരു സർക്കസ് സ്കൂൾ ആരംഭിച്ചത്. മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ പറശ്ശിനിക്കടവിലാണ്. കണ്ണൂർ ജില്ലയിൽ സ്ഥാപിതമായ സർക്കാർ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. ബാവലിപ്പുഴയുടെ തീരത്താണ് പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ല. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളതും ഏറ്റവും അവസാനമായി രൂപീകരിച്ചതുമായ ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഏറ്റവും കുറവ് വലിപ്പമുള്ള രണ്ടാമത്തെ ജില്ല. നദികളുടെ നാട്, കോട്ടകളുടെ നാട്, ദൈവങ്ങളുടെ നാട് എന്നെല്ലാം ഈ ജില്ല അറിയപ്പെടുന്നു. കാസർഗോഡ് ജില്ലയിൽ മാത്രം സംസാരിക്കുന്ന ഒരു പ്രാദേശിക ഭാഷയാണ് തുളു. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം നദി. ഇത് കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. മഞ്ചേശ്വരം നദി പതിക്കുന്നത് ഉപ്പള കായലിലാണ്. ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മാടത്തുമല. ഇതിൻ്റെ ഇപ്പോഴത്തെ പേര് റാണിപുരം എന്നാണ്. കേരളത്തിലെ ഊട്ടി എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. കാസർഗോഡ് ജില്ലയിൽ ഉപയോഗിച്ചു വരുന്ന ലിപിയില്ലാത്ത ഒരു ഭാഷയാണ് ബ്യാരി. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ച പഞ്ചായത്താണ് പീലിക്കോട് ഗ്രാമപഞ്ചായത്ത്. കർണാടകത്തിലെ ഒരു കലാരൂപമാണ് യക്ഷഗാനം. ഇത് കാസർഗോഡ് ജില്ലയിലും കണ്ടുവരുന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ തുറന്ന ജയിൽ തിരുവനന്തപുരം ജില്ലയിലാണ്. രണ്ടാമത്തേത് കാസർഗോഡ് ജില്ലയിലും. ചീമേനി ജയിലാണ് ഇത്.
ചാലിയാർ പുഴയിലെ വെള്ളം മലിനമാകുന്നതിന് കാരണമായ ഫാക്ടറിയായിരുന്നു ഗ്വാളിയാർ റയോൺസ് ഫാക്ടറി. പോർച്ചുഗീസുകാർ ആദ്യമായി കപ്പലിറങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന സ്ഥലത്തായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കടത്തനാട് വടക്കൻ പാട്ടുകൾക്ക് പ്രശസ്തമായ സ്ഥലമാണ്. വയനാട് ജില്ല കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട് ജില്ല. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയും വയനാടാണ്. കർണാടകം, തമിഴ്നാട് എന്നിവയാണ് വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ. വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ആദിവാസി വിഭാഗക്കാരാണ് പണിയർ. വയനാട് ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വനം. ആനയാണ് ഈ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം. അപൂർവ ഇനം പക്ഷികളെ കാണാൻ സാധിക്കുന്ന സ്ഥലമാണ് പക്ഷിപ്പാതാളം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ്. മണ്ണുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ് വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ. കേരളത്തിലെ പ്രകൃതിദത്ത അണക്കെട്ട്. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ്. പഴശ്ശിരാജാവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമായ പൂക്കോട് തടാകം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കണ്ണൂർ ജില്ല കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ജില്ല. കണ്ടൽക്കാടുകൾ കൊണ്ട് സമൃദ്ധമാണ് കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയും കണ്ണൂരാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്ന പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിലെ പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ബേക്കറി ആരംഭിച്ചത് തലശ്ശേരിയിലാണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത്. കണ്ണൂർ ജില്ലയിലുള്ള വന്യജീവി സങ്കേതമാണ് ആറളം. കേരള സർക്കസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. ഇദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി ഒരു സർക്കസ് സ്കൂൾ ആരംഭിച്ചത്. മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ പറശ്ശിനിക്കടവിലാണ്. കണ്ണൂർ ജില്ലയിൽ സ്ഥാപിതമായ സർക്കാർ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. ബാവലിപ്പുഴയുടെ തീരത്താണ് പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ല കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളതും ഏറ്റവും അവസാനമായി രൂപീകരിച്ചതുമായ ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഏറ്റവും കുറവ് വലിപ്പമുള്ള 2ാമത്തെ ജില്ല. നദികളുടെ നാട്, കോട്ടകളുടെ നാട്, ദൈവങ്ങളുടെ നാട് എന്നെല്ലാം ഈ ജില്ല അറിയപ്പെടുന്നു. കാസർഗോഡ് ജില്ലയിൽ മാത്രം സംസാരിക്കുന്ന ഒരു പ്രാദേശിക ഭാഷയാണ് തുളു. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം നദി. ഇത് കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. മഞ്ചേശ്വരം നദി പതിക്കുന്നത് ഉപ്പള കായലിലാണ്. ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മാടത്തുമല. ഇതിൻ്റെ ഇപ്പോഴത്തെ പേര് റാണിപുരം എന്നാണ്.
കേരളത്തിലെ ഊട്ടി എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. കാസർഗോഡ് ജില്ലയിൽ ഉപയോഗിച്ചു വരുന്ന ലിപിയില്ലാത്ത ഒരു ഭാഷയാണ് ബ്യാരി. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ച പഞ്ചായത്താണ് പീലിക്കോട് ഗ്രാമപഞ്ചായത്ത്. കർണാടകത്തിലെ ഒരു കലാരൂപമാണ് യക്ഷഗാനം. ഇത് കാസർഗോഡ് ജില്ലയിലും കണ്ടുവരുന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ തുറന്ന ജയിൽ തിരുവനന്തപുരം ജില്ലയിലാണ്. രണ്ടാമത്തേത് കാസർഗോഡ് ജില്ലയിലും. ചീമേനി ജയിലാണ് ഇത്. Thank you for watching. Please subscribe our channel for more videos.